ഡിഗ്രി പ്രിലിംസിന്റെ ലാസ്റ്റ് മൊമെന്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളൂ. മെയ് മാസം 2-ാം തീയതി അംഗം കുറിക്കുകയാണ്. 3 ഘട്ടങ്ങളിലായിട്ടാണ് പ്രിലിംസ് പരീക്ഷ നടക്കുന്നതെങ്കിലും ഈ പറയുന്ന മെയ് 2-ാം തീയതി ആർക്കൊക്കെയാണ് പരീക്ഷ ഉണ്ടാവുക എന്നറിയില്ല. അതുകൊണ്ട് തന്നെ മെയ് 2 ലക്ഷ്യം വെച്ചാണ് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 5 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ 5 കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്തോടാ. ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിൽ ഒരു നല്ല സ്കോർ നേടാനായിട്ട് പറ്റും. അതിൽ ഒന്നാമത്തെ ഹോട്ട് ടിപ്പ് എന്ന് പറയുന്നത് സമയമാണ്. 2 PYQ ആണ്, 3 ഹോട്ട് ടോപ്പിക്സ് ആണ്, 4 റിവിഷൻ ആണ്, 5-മത്തത് മോക്ക് എക്സാം ആണ്. എന്താണ് ഈ ഓരോന്നിന്റെയും പ്രത്യേകത? എങ്ങനെയാണ് ഈ ഓരോന്നും ചെയ്തു പോവേണ്ടത്? മക്കളെ, ആദ്യത്തേത് സമയമാണ്. സമയം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ ഇനിയുള്ള ഓരോ ദിവസങ്ങളും ദുഷ്കരമായിട്ട് മാറും. കാരണം ഇന്ന് മാർച്ച് മാസം 25 മെയ് 2 പരീക്ഷ നടക്കാൻ പോകുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇനി എത്ര സമയമുണ്ട്? ഏപ്രിൽ മാസം 25 ആകുമ്പോഴത്തേക്കും 30 ദിവസമായി. പിന്നീട് ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അതായത് ഒരു 31-32 ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുൻപിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. അതിനുശേഷം വരുന്ന പ്രിലിംസ് പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക, സമയം കൃത്യമായി ഉപയോഗിച്ചു എന്ന്. നിങ്ങൾ എത്ര മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിലും, ചിലപ്പോൾ 6 മണിക്കൂർ നിങ്ങൾ പഠിക്കുമായിരിക്കും, ചിലപ്പോൾ 5 മണിക്കൂറായിരിക്കും പഠിക്കുന്നത്, ചിലപ്പോൾ 10 മണിക്കൂർ പഠിക്കുമായിരിക്കും, ചിലപ്പോൾ 15 മണിക്കൂറായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. എത്ര മണിക്കൂർ നിങ്ങൾ പഠിച്ചാലും അത് കൃത്യമായി എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും കൂടുതൽ സമയം മാത്രമേ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ആ പഠിക്കുന്നത് വളരെ റിഫൈൻഡ് ആയിട്ട് കൃത്യമായി ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് മടുപ്പ് തോന്നാം, ഫോൺ നോക്കണമെന്ന് തോന്നാം, അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വരാം. മക്കളെ, ഇനിയുള്ള ഒരു 32 ദിവസം അല്ലെങ്കിൽ 31 ദിവസം പൂർണ്ണമായി പഠനത്തിന് വേണ്ടിയിട്ട്, പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ ശ്രമിക്കാം. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റുമെന്നുള്ളതിന് സംശയമില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ ഉഴപ്പുകയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ കഴിയില്ല. 2-മത്തത് PYQ ആണ്. അതായത് പരീക്ഷയുടെ ബ്ലൂ പ്രിന്റ്, അത് PYQ ആണ്. എന്താണ് പരീക്ഷയുടെ സ്വഭാവം, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ളത് PYQനെ ആശ്രയിച്ചായിരിക്കാം. നമുക്ക് 2021 മുതൽ 25 വരെയുള്ള 13 പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് ഡിഗ്രി പ്രിലിംസിലുള്ളത്. അതായത് 2021 പ്രിലിംസ് ആരംഭിക്കുന്നത് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ PYQകളും നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗം നമുക്കറിയാം GK ആണ്. GK എന്ന് പറയുന്ന ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അവിടെ റിപ്പീറ്റ് ചെയ്യുന്ന, മാർക്ക് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതിന് 2 വഴികളുണ്ട്. ഒന്ന് 50 ടോപ്പിക്സ് എന്ന് പറയുന്ന നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്തെടുത്തിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ്. ഞാൻ അതിലേക്ക് വരാം. 2 PYQs ആണ്. ഈ PYQs എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിൽ കയറിയാൽ അവിടെ നിങ്ങൾക്ക് ഈ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ PDF നോട്ട്സും അതിനോടൊപ്പം തന്നെ, അതായത് PYQസും അതിനോടൊപ്പം തന്നെ ഫൈനൽ ആൻസർ കീയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കിടക്കുന്നുണ്ട്. ഫൈനൽ ആൻസർ കീയും കൂടി അവിടെ കാണും. അപ്പൊ ഈ പറയുന്ന PYQവും അതിന്റെ ഫൈനൽ ആൻസർ കീയും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതിന് നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. സൂപ്പർ നോട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈ PYQs പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ 3-മതായിട്ട് ചെയ്യേണ്ടത് ഹോട്ട് ടോപ്പിക്സ്, അതായത് PYQസിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തിയ ഹോട്ട് ടോപ്പിക്സ്, മോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പിക്സ് കണ്ടെത്തുക. അത് പ്രത്യേകിച്ച് GKയിലാണ് 50 ടോപ്പിക്കുകൾ. ഈ 50 ടോപ്പിക്കുകളുടെ ലിസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുതിയ ഡിഗ്രി ലെവൽ ക്രാഷ് ബാച്ചിൽ, ഡിഗ്രി ലെവൽ ക്രാക്കർ ബാച്ചിൽ നമ്മൾ ഡിഗ്രി ലെവൽ നമ്മുടെ കില്ലർ ബാച്ചിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രത്യേകത, ഈ ഹോട്ട് ടോപ്പിക്സിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ മെയിൻസിന്റെ GK ടോപ്പിക്സ്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് മെയിൻ ആയിട്ട് വരുന്ന GK ടോപ്പിക്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും മിസ്സാവാതെ ഉറപ്പായും ചോദിക്കുന്ന ടോപ്പിക്കുകളെല്ലാം നിങ്ങളിലേക്ക് തരുന്ന രീതിയിലാണ്. അപ്പൊ ഈ 50 ടോപ്പിക്കുകൾ പഠിക്കേണ്ടതിന്റെ പ്രത്യേകത കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷയിൽ റിഫ്ലക്ട് ചെയ്തിരുന്നു. സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയിൽ ഏതാണ്ട് 33ഓളം ചോദ്യങ്ങൾ 2 ഘട്ടങ്ങളിലായിട്ട് ആവറേജ് വന്നത് ഈ ടോപ്പിക്കുകളിൽ നിന്നിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ ടോപ്പിക്കുകൾ ഒരിക്കലും ഒഴിവാക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം, പഠിക്കാനായിട്ട് ശ്രമിക്കാം. 4-മത്തെ കാര്യം റിവിഷൻ ആണ്. നിങ്ങൾ എത്ര പഠിച്ചാലും, പുതിയ കാര്യങ്ങൾ പഠിച്ചാലും, നിങ്ങൾ പഠിച്ചത് റിവൈസ് ചെയ്തും എങ്കിൽ മാത്രമേ എക്സാമിന് അത് ഗുണമായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. എത്രത്തോളം സമയം നിങ്ങൾക്ക് റിവിഷന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. അവിടെ തന്നെ നിങ്ങൾ PYQന്റെ എക്സ്പ്ലനേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ് എങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ലാസ്റ്റ് മോക്ക് എക്സാം ആണ്. മോക്ക് എക്സാം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക, നിങ്ങൾ അതിൻ്റെ ഒരു ലോഗും കൂടെ ചെയ്യാം. നിങ്ങളുടെ സ്കോർ എത്രയാണ്, നിങ്ങളുടെ സ്കോറിലെ വീക്ക് ഏരിയ ഏതാണ്,
ആ വീക്ക് ഏരിയ കവർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ആക്ഷൻ പ്ലാൻ ആണ് സെറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്ട്രാറ്റജിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അവിടെയും നമ്മളൊരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു ടെസ്റ്റ് സീരീസ് ഉണ്ട്. ആ ടെസ്റ്റ് സീരീസിൽ ഏതാണ്ട് 1500 ചോദ്യങ്ങൾ വരുന്ന 15 ഫുൾ ലെങ്ത് എക്സാമുകൾ മാത്രമുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് കറണ്ട് അഫയർ എക്സാം ഉണ്ട്, സെക്ഷണൽ എക്സാം ഉണ്ട്, മാത്സ് എക്സാം ഉണ്ട്, ഇംഗ്ലീഷ് മലയാളം എക്സാം ഉണ്ട്. ഏതാണ്ട് ഒരു 3300 ചോദ്യങ്ങൾ ടോട്ടൽ വരുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു മോക്ക് എക്സാം സെറ്റ് ചെയ്തിട്ടുള്ളത്. മക്കളെ, ഇത്രയും കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു സ്കോർ എത്താൻ പറ്റും. ഈ 5 കാര്യങ്ങളും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഈ 5 കാര്യങ്ങളും ഉണ്ടാവണം. പരമാവധി സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാം. ഇതിന്റെ ഒരു ലാസ്റ്റ് മൊമെന്റ് ഒരു സ്ട്രാറ്റജി പഠിച്ചു പോകാനായിട്ട് നമ്മൾ നമ്മുടെ ബാച്ച്, അതായത് ഡിഗ്രി ലെവൽ കില്ലർ ബാച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 50 GK ടോപ്പിക്സ് ആണ്. 50 GK ടോപ്പിക്സ് അത് മാത്രം നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്താൽ മതി. 2 മാക്സിമം ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആണ്. ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസിന്റെ പ്രത്യേകത എന്താണ്? എത്രത്തോളം ലൈവ് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുന്നു അത്രത്തോളം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പ്രൂവ് ആവാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് സമയം ലാഭിക്കാനായിട്ട്, അതേപോലെ ട്രിക്കുകൾ മനസ്സിലാക്കാനായിട്ടൊക്കെയാണ് നമ്മൾ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കൊണ്ടുപോകുന്നത്. ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നിങ്ങൾക്ക് പരമാവധി കിട്ടും. 2 മോക്ക് എക്സാം ആണ്. ഇത് നോർമലി നമ്മുടെ ഓരോ ടോപ്പിക്കോട് കൂടിയിട്ടുള്ള മോക്ക് എക്സാം ഉണ്ട്. അത് കൂടാതെ ഏതാണ്ട് 3300 ചോദ്യങ്ങൾ വരുന്ന നമ്മുടെ ടെസ്റ്റ് സീരീസ് കൂടി ഈ ബാച്ചിൽ തന്നെ അവൈലബിൾ ആണ്. അതുകൂടാതെ 1300 ചോദ്യങ്ങൾ വരുന്ന PYQ ഇതിനകത്ത് അവൈലബിൾ ആണ്. മെന്റർഷിപ്പ് സെഷൻസും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനിയും നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലോട്ട് വരുമ്പോൾ മെയിൻസിന്റെ ക്ലാസ്സുകളും ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇത്രയും പ്രത്യേകതകളോട് കൂടിയിട്ടാണ് ഈ ബാച്ച് വരുന്നത്. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, ഒരുപാട് സമയം മുന്നോട്ട് പോയി. ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. അല്ലെങ്കിൽ 8281223366 പറഞ്ഞ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അടിപൊളിയായിട്ട് ഇനിയുള്ള സമയം പഠിച്ചോ മക്കളെ. നമ്മുടെ ലൈഫിലുള്ള ആ ഒരു ലക്ഷ്യം അത് നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ. നമുക്ക് ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിച്ചോ, വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. ഒരു സംശയവും വേണ്ട. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ മാത്രമായിരിക്കും.